ആക്സിഡന്റ് സീനും ഓർത്ത് സിയോക്കിന് ബോധം വരുന്നതായി കാണിച്ചാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ആ സമയം ഹാൻ അവിടേക്ക് വന്നിരുന്നു എന്നുള്ളതും അവന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. സെയിം ടൈം ഹാൻ അവളുടെ ഡാഷ് ക്യാം ഫുട്ടേജ് എടുക്കുന്നതായി കാണാം. പോലീസിനെ അറിയിച്ച് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവൾ തന്നെയാണ്. ശേഷം ഹാൻ ഈ ഫുട്ടേജ് യോങ്ങിന് കൊടുക്കും. ഇപ്രാവശ്യം അലിബായ് ഉണ്ടാക്കിയെടുത്തല്ലേ, കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്തെത്തിയതും കോയിൻസിഡൻസ് ആയിരിക്കുമല്ലോ എന്നൊക്കെ ഒരു സംശയത്തോടെ പറഞ്ഞാണ് യോങ് അത് വാങ്ങി വെക്കുക. ദോയോൺ ആണെങ്കിൽ ഇപ്പോഴും സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. ഈ സമയം അസിസ്റ്റന്റ് ഹാന്റെ പഴയ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് അതും കൊണ്ടുവരും. അവളുടെ പാരന്റ്സ് മരിച്ചപ്പോഴും അങ്ങനെ അവളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഹാന്റെ അലിബായില് ദോയോണും കൂടെ ഉണ്ടായിട്ടുള്ള തെളിവ് കിട്ടാണ് അവർക്ക്. അതായത് ഹാൻ അലിബായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണപ്പോ ഇവനെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടക്കുന്നത്. അവൾക്കൊപ്പം ക്രൈം ചെയ്യുന്ന പാർട്ട്ണർ അപ്പോൾ വേറെ ആളുണ്ടാവുമെന്ന് സംശയിക്കാണ് സീനിയർ എന്നിട്ട്. അതുകൊണ്ട് തന്നെ ദോയോണിനെ ഇവർ പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പോഴും അനിയത്തി പറയുന്നതൊന്നും കേൾക്കാതെ ഹാനിനെ കുറിച്ച് ഓർത്താണ് അവന് ടെൻഷൻ. സീൻ അവിടെ കട്ടായി. ഹാൻ ഹോസ്പിറ്റൽ റൂമിലേക്ക് വരാൻ നേരം സിയോക്ക് അവിടെ ഇല്ലാന്ന് കണ്ടതും അന്വേഷിച്ചു പോവാണ്. അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന മിസ്റ്റർ ലീക്ക് കുറച്ച് സീരിയസ് ആയ പരിക്ക് പറ്റിയിട്ട് പുള്ളിക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് യോങ് അങ്ങോട്ട് വരാം. കിംചുളിന് സംഭവിച്ച പോലെ ഒരു ആക്സിഡന്റ് ആണ് നിനക്ക് നടന്നതും, എന്നിട്ട് ഇപ്പോഴും നീ ആ പെണ്ണെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിനിടെ ഹാൻ ഇത് കേൾക്കുന്നുണ്ട്. അവൾക്ക് എന്തായാലും ഒരു കൂട്ടാളിയുണ്ട്, അതുകൊണ്ടാണ് അവൾ എല്ലാത്തിൽ നിന്നും ഊരിപ്പോരുന്നത്. അത് പക്ഷെ ദോയൂണല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത് അവനെ ഞങ്ങൾ ചോദ്യം ചെയ്യായിരുന്നു എന്ന് യോങ് പറയുന്ന കേട്ട് ശരിയായിരിക്കും, വേറൊരാൾ ഇതിന് പിന്നിൽ ഉണ്ടാവുന്ന സിയോക്ക് മറുപടി കൊടുക്കുന്ന കേട്ട് തന്നെ ഇപ്പോഴും അവന് വിശ്വാസമായിട്ടില്ല എന്ന് കരുതി പോവാണ് അവള്. പക്ഷേ ഹാൻ എന്നെ അദ്ദേഹത്തെ കൊന്നിട്ട് എന്ത് കാര്യം, ഇതിന് പിന്നിൽ പാർക്കാണെന്നും പറഞ്ഞ് അവന് ഹാന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടും സിറിയയിൽ ഉണ്ടായതൊക്കെയുള്ള അങ്ങനെ അവന്റെ എല്ലാ കാര്യങ്ങളും യോങ്ങിനോടും പറയുന്നുണ്ട്. അവൾ അങ്ങനെ ഇക്കാര്യം സീനിയറിനോട് പറഞ്ഞിട്ട് പുള്ളിയും ഇപ്പോ പാർക്കിന്റെ മേലൊരു സംശയം വെക്കും. ഒപ്പം അന്ന് ഇവന്റിനുണ്ടായിരുന്ന ജാസിനെയും. കട്ട് ചെയ്ത് ഹീറോ തിരിച്ച് റൂമിലേക്ക് വരാൻ നേരം ഹാൻ അവിടെ ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് എങ്ങനെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് എത്തിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേരമാണ് സിറിയയുടെ ടൈറ്റിലുള്ള ഡ്രോയിങ് നോക്കിയപ്പോൾ ഒരു ഹിന്റ് കിട്ടിയ കാര്യം അവള് പറയാം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഹീറോ മീറ്റ് ചെയ്ത അതേ ആളെ കാണാൻ ഹാനും പോയിരുന്നു. പക്ഷെ ഹാനിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഫോണിലൂടെ അയാൾ അറിയിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിലേക്ക് എത്തുമ്പോൾ നേരിട്ട് സംസാരിക്കാന്ന് കരുതി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഹീറോയുടെ കാർ അവള് ശ്രദ്ധിക്കുന്നത്. തൊട്ട് പിന്നാലെ ഒരു ബ്ലാക്ക് കാർ അവരെ ഫോളോ ചെയ്യുന്നതും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. എന്തോ വശപ്പശക് തോന്നി ഹാൻ റിവേഴ്സ് എടുത്ത് വന്നപ്പോഴേക്കും ഇവർക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടതും അപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചത് ഹാൻ ആണല്ലേ എന്ന് ചോദിക്കുകയാണ് അവൻ. സിറിയയിൽ എന്താ സംഭവിച്ചെന്നും പാർക്ക് എന്തിന് ഹാനിനോട് ഇത് ചെയ്യണമെന്നൊക്കെ അറിയണമെങ്കിൽ ഇനി മിസ്റ്റർ ലീക്ക് ബോധം വരണമെന്ന് പറയണമെന്നിട്ട്. അവിടെ കെട്ടായി ഹോസ്പിറ്റലില് സിയോക്കിന്റെ അസിസ്റ്റന്റിനെ കാണിക്കുന്നുണ്ട്. മിസ്റ്റർ ലീക്ക് ബോധം വരുന്നത് വരെ അയാളെ ശ്രദ്ധിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അവന്. അതിനുശേഷം യോങ് ഒക്കെ ആ ഡാഷ് ക്യാം ഫുട്ടേജ് നോക്കുന്നതാണ് കാണിക്കുക. അതിൽ ആ ബ്ലാക്ക് കാറും ഹാൻ സിയോക്കിനെ രക്ഷിക്കാൻ ഓടുന്നതൊക്കെ കണ്ടതും ഹാൻ ഇനി നിരപരാധിയായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അസിസ്റ്റന്റും. അടുത്ത സീനിൽ നെക്സ്റ്റ് പബ്ലിക് സെയിലിന് മുമ്പായിട്ട് പെയിന്റിങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം ഒക്കെ. ഈ സമയത്ത് ഒരു സ്പാനിഷ് സംസാരിക്കുന്ന കസ്റ്റമർ വന്നതും അയാളെ മാഡത്തിന് മാത്രമാണ് ഡീൽ ചെയ്യാൻ പറ്റുക. മാഡം സ്പെയിനിലാണോ ആർട്ട് പഠിച്ചേ? സ്പാനിഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഹാൻ ചോദിച്ചത് കേട്ട് തുടക്കത്തിൽ ഈ ബിസിനസ്സിന് വേണ്ടി കഷ്ടപ്പെട്ടതും എല്ലാം നഷ്ടപ്പെട്ടെടുത്ത് നിന്നാണ് ഈ നിലയിൽ എത്തിയതെന്നും പറഞ്ഞു പോവാണെന്നിട്ട്. അത് കഴിഞ്ഞ് ഹാൻ ഒരു ആർട്ട് ഗാലറിയിലേക്കുള്ള ആർട്ട് പീസ് കൊണ്ടുപോകുന്ന വണ്ടി കത്തിപ്പോയ ന്യൂസാണ് നോക്കുന്നുണ്ടാവുക. ഇതിനിടെ മാഡ് ആ ചെയർമാനെ കൊണ്ടൊരു ഡ്രോയിങ് വാങ്ങിപ്പിച്ചതും ബുസാനിലെ ആർട്ട് ഗാലറിയിൽ അത് എക്സിബിഷന് വെക്കുന്നത് പറഞ്ഞതായോ അവൾ ഓർക്കുന്നുണ്ട്. അവിടേക്ക് അത് കൊണ്ടുപോകുന്ന വഴിയിലാണ് ഈ വണ്ടിക്ക് തീപിടുത്തുണ്ടായതെന്ന് അറിഞ്ഞ് മാഡത്തിന് സംശയിക്കുകയാണ് അവള്. കട്ട് ചെയ്ത ആ ബ്ലാക്ക് കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായി. ക്യാൻസൽ ചെയ്തൊരു നമ്പർ പ്ലേറ്റ് ആയിരുന്നു അത്. ഒരു CCTVയിലുള്ള അയാളുടെ ഫേസ് കണ്ടതും ഇവനാണെന്ന് ഹാനിന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ വെയർ ഹൗസിൽ ഉണ്ടായെന്നും സിയോക്കിന് ഓർമ്മ വരും. അവിടെ കട്ട് ചെയ്ത ഓഫീസിലേക്ക് ആരോ ഫ്ലവേഴ്സ് ഡെലിവറി ചെയ്യാൻ വരുന്നതാണ് കാണിക്കുന്നത്. ദോയോണും കാണുന്നുണ്ടത്. ഫ്ലവേഴ്സ് വന്നത് ഹാനിന് വേണ്ടിയിട്ടായിരുന്നു. അത് കണ്ടതും ആദ്യ ബോയ് ഫ്രണ്ട് സുഹോനെയാണ് അവൾക്ക് ഓർമ്മ വരാ. ഹാപ്പി ബർത്ത്ഡേ എഴുതിയിരിക്കുന്ന ബോക്സ് തുറക്കുമ്പോൾ അവരുടെ ഫോട്ടോ വെച്ച വാൾപേപ്പറുള്ള ഒരു ഫോണാണ് അതിലുണ്ടാവുക. അത് കണ്ടപാടെ ഹാൻ ആകെ ടെൻഷനായി പുറത്തേക്ക് പോവാണ്. കൊളീഗ്സ് ആണെങ്കിൽ ഈ ഫ്ലവേഴ്സ് അയച്ചത് സിയോക്കാണെന്നുള്ള രീതിക്കായിരിക്കും കരുതുന്നത്. ശേഷം ഒറ്റയ്ക്കിരുന്ന് അതിലുള്ള ഒരു വീഡിയോ കാണാണ് അവള്. മരിക്കുന്നതിന് മുമ്പ് സുഹോ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. നീ പറഞ്ഞ പോലെ ഞാൻ മരിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ് അവിടെ. മുൻപ് അവൻ പ്രപ്പോസ് ചെയ്ത ടൈമില് ഹാൻ അത് സ്വീകരിച്ചില്ല. ഓപ്ഷൻ ഹൗസിൽ ജോബ് ഓഫർ വന്നിട്ടുണ്ടെന്നും അതെനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്നും പറയുമ്പോൾ സുഹോ ഒരു സൈക്കോനെ പോലെ പെരുമാറാണ്. പിന്നെ ഇടയ്ക്കിടെ വിളിച്ച് നീ ഏതവന്റെ ഒപ്പോ, മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ചത്ത് കളയുന്നൊക്കെ ഭീഷണിപ്പെടുത്താൻ നേരം എന്നാ പോയി ചാവടാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് അവള്.
അതിനുശേഷമാണ് അവൻ ഈ വീഡിയോ എടുത്തതൊക്കെ. ഇതേ സമയം പാർക്ക് സുഹോയുടെ ഓർമ്മ സ്ഥലത്ത് പൂക്കൾ വെക്കുന്ന ഒരു സീനും കാണിച്ച് കട്ട് ചെയ്ത ഇവര് രണ്ടുപേരും ആ ഫേക്ക് നമ്പർ പ്ലേറ്റ് ഉള്ള കാർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണിപ്പോ. അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് അവസാനം അവർ ആ കാർ കണ്ടുപിടിക്കുകയും ചെയ്യും. പക്ഷെ സെർച്ച് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ആകെ ഒരു റെസിപ്റ്റ് ആണ് കിട്ടുക. അതൊരു ആൽഫ ടവർ എന്നുള്ള അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ സിയോക്ക് ആ സ്ഥലം അന്വേഷിച്ച് അങ്ങോട്ടും ചെല്ലും. അത് കഴിഞ്ഞ് ഹാക്കറിനെ കൊണ്ട് പാർക്കിന്റെ എന്തോ ഡീറ്റെയിൽസ് ആണ് നോക്കിക്കുക. പാർക്കിനെ തന്നെയാണ് അവൻ ഇപ്പോഴും സംശയം. അവിടെ സീങ്കട്ടായി ഹാനിനെ കാണിക്കുകയാണ്. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള എഴുത്തിന്റെ രീതിയൊക്കെ കണ്ടതും പാർക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്നുള്ളതാണ് അവൾക്ക് ഓർമ്മ വരിക. അങ്ങനെ അതും ആലോചിച്ചിരിക്കുന്നതിനിടെ സിയോക്ക് ഒരു ബൊക്കെ ആയി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു വരാണ് അങ്ങോട്ട്. നമ്മുടെ മിഷൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന് ഹീറോ പറഞ്ഞതും ഇതൊക്കെ ആക്ടിങ്ങിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഹാൻ അവനെ ഹഗ് ചെയ്ത് അകത്തേക്കും കയറ്റും. ഇതേ സമയം ആ ഫ്ലവറിന്റെ കാര്യവും സുഹോ എപ്പോഴും ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ് അയക്കാറുള്ളതെന്നും പറയാണ് അവള്. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. പാർക്ക് ലെഫ്റ്റ് ഹാൻഡ് അല്ലേ എന്ന് ഹാൻ ചോദിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ ഹാന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേക്കും മേടിച്ച് വെയിറ്റ് ചെയ്യുന്ന ദോയൂണിനെയാണ് കാണിക്കുക. അവൾ എപ്പോഴും നമ്മുടെ ഒപ്പമല്ലേ സെലിബ്രേറ്റ് ചെയ്യാറ്, ഇപ്രാവശ്യം എന്ത് പറ്റിയാവോ എന്ന് പറയാണ് ജാസ്. അപ്പോ സെയിം ടൈം ഇവർ ആ കാർ കണ്ടുപിടിച്ച കാര്യമൊക്കെ ഹാനോടും പറയുന്നുണ്ട്. പിന്നീട് ഹീറോ ഒരു ഇൻഷുറൻസ് ചേർന്നതും അതിൽ ബെനിഫിഷ്യറി ആയി ഹാന്റെ പേര് വെച്ചിരിക്കുന്നതും കണ്ട് ദേഷ്യപ്പെടാണ് അവള്. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാ കില്ലറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയാണവൻ. പക്ഷെ അത് നടന്നില്ലെങ്കിലോ, അവൻ നിന്നെ കൊന്നാൽ എന്റെ അവസ്ഥ എന്താവും? മറ്റൊരാൾ മരിക്കാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധത്തോടെ ജീവിച്ചാലേ എന്റെ വിഷമം തനിക്ക് മനസ്സിലാവൂ എന്ന് പറയുന്ന കേട്ട് ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറയാണ് ഹീറോ. ശേഷം അവന്റെ സ്റ്റോറിയും സിയോക്ക് അവളോട് പറയുന്നുണ്ട്. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചതിന് ശേഷം ചേച്ചി അവനെ പൊന്നുപോലെ നോക്കിയതും മാത്രല്ല സിയോക്ക് ആദ്യം പോലീസായിരുന്നു. അന്നൊക്കെ പരിക്ക് പറ്റുമ്പോഴും മറ്റും ചേച്ചി മാത്രമാണ് അവനൊരു തണലായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ചേച്ചിയെ രക്ഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു വിഷമിക്കുന്നുണ്ട്. ഹാൻ സമാധാനിപ്പിക്കുകയാണ് അവനെ. ഇതേ സമയം ഹോസ്പിറ്റലില് മിസ്റ്റർ ലീക്ക് ബോധം വരുന്നതായും കാണിക്കും. ഇവിടെ ആണെങ്കിൽ ആക്സിഡന്റിൽ അവന്റെ കൈക്ക് പരിക്ക് പറ്റിയോണ്ട് തന്നെ ഹാൻ ഐസ് വെച്ച് കൊടുക്കാൻ നേരം അവര് കുറച്ചുകൂടി ക്ലോസ് ആവുകയും അങ്ങനെ അവര് കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതേ സമയം ഹീറോയുടെ അസിസ്റ്റന്റ് വിളിച്ച് ലീ എണീറ്റ കാര്യം പറയും. ശേഷം സിയോക്ക് ഇക്കാര്യം ഹാനിനോടും പറയുന്നുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് വരണ്ട, പോലീസ് കണ്ട ഹാനെ സംശയിക്കുന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പോവാണ്. സിയോക്ക് പോകുന്നത് നോക്കി ഹാൻ ആരെയോ വിളിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ മിസ്റ്റർ ലീയുടെ അടുത്തേക്ക് ഒരാൾ ഡോക്ടറിന്റെ വേഷത്തിൽ വരുന്നതായും ലീയുടെ മരുന്നിലേക്ക് എന്തോ കുത്തി വെക്കുന്നതായുമാണ് കാണിക്കുന്നത്. ഹീറോ അവിടേക്ക് എത്താൻ നേരം പെട്ടെന്നാണ് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട ആള് പാസ് ചെയ്ത് പോകുന്നതാവും ശ്രദ്ധിക്കുക. അതെന്നാ വെയർ ഹൗസിൽ ഉണ്ടായവനാണെന്ന് മനസ്സിലായതും സിയോക്ക് അവന്റെ പിന്നാലെ ചെല്ലുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ കാറുകളിലൊക്കെ ഇടിച്ച് അലാം സൗണ്ട് വരാൻ തുടങ്ങിയതും അയാൾ ഹീറോനെ തട്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത സിയോക്ക് ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് ചെന്ന് മിസ്റ്റർ ലീയുടെ പോലെ അഭിനയിച്ച് കിടന്നിരുന്ന അസിസ്റ്റന്റിനെ എണീപ്പിക്കുകയാണിപ്പോ. ഇവര് പ്ലാൻ ചെയ്ത് അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നടത്തിയ ഒരു ശ്രമമായിരുന്നു ഇത്. വീഡിയോ എടുത്തിരുന്നെങ്കിലും മുഖം വ്യക്തമല്ല. പക്ഷെ പോകുന്നതിന് മുന്നേ അവൻ യൂസ് ചെയ്തിരുന്ന ഡോക്ടേഴ്സ് കോട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് അന്വേഷിക്കുമ്പോൾ ഡസ്റ്റ്ബിന്നിൽ നിന്ന് അത് അവർക്ക് കിട്ടുകയും ചെയ്യും. മൃഗങ്ങളെയൊക്കെ തളർത്തിക്കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആയിരുന്നു അയാൾ കുത്തിവെച്ചത്. മിസ്റ്റർ ലീനയാണെങ്കിൽ ഹീറോ പറഞ്ഞിട്ട് അസിസ്റ്റന്റ് സേഫ് ആയിട്ട് വേറൊരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ടായി. ഇന്നേരം ആൾക്ക് പാർക്കിന്റെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തതും അദ്ദേഹത്തിന്റെ ഫോണില് അന്ന് അവർ ഒരുമിച്ചെടുത്ത ഫോട്ടോസും കാണിക്കാണ്. അവര് ബ്രദേഴ്സിനെ പോലെ ആയിരുന്നു. പാർക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും സുഹോ സ്പോട്ടിൽ തന്നെ മരിച്ചു. സർജറിക്കൊക്കെ വേണ്ടി പാർക്ക് കൊറിയന്ന് പോയതിനു ശേഷം കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണെന്നിട്ട് സുഹോയുടെ ഗേൾഫ്രണ്ട് അവനെ ഉപേക്ഷിച്ചതിന് ശേഷം ഇടയ്ക്കിടെ മരിക്കണം എന്ന് അവൻ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബോംബ് ബ്ലാസ്റ്റിനിടയ്ക്ക് ചാവട്ടെ എന്ന് വെച്ച് നിന്നതാണ് അവൻ. അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് പാർക്കിനും പരിക്ക് പറ്റിയത്. പക്ഷെ പാർക്ക് എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അയാൾ പറയുന്നതിനിടെ പാർക്ക് ഈ സെയിം ഫോട്ടോ കത്തിച്ച് കളയുന്ന ഒരു സീൻ കാണിക്കും. അതിൽ ശരിക്കും ഒരു സൈക്കോടെ പോലെയാണ് അവന്റെ ഫേസ് ഉണ്ടാവുക. അവിടെ സീൻ കട്ട് ചെയ്ത് സുഹോയുടെ വീഡിയോ ഉള്ള ആ ഫോൺ ഹാൻഡ് പൊട്ടിച്ചു കളയാൻ പോകുന്ന ടൈം സിയോക്കിന്റെ മെസ്സേജ് വരാണ് അവൾക്ക്. സുഹോയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു എന്നായിരുന്നു അത്. അങ്ങനെ പിറ്റേ ദിവസം അവർ ഒരുമിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സുഹോ ഒരു ഓർഫൻ ആയിരുന്നു. ഈ സമയത്താണ് ആ വീഡിയോ അവള് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുക. സുഹോയുടെ മരണത്തിന് പിന്നിൽ ഞാനാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം യോങ്ങിനോട് അവളെ പറ്റി സംസാരിച്ചതിനെ കുറിച്ച് പറയുമ്പോ അവര് വിശ്വസിക്കുന്നത് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞ്. ശേഷം ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. എനിക്കിപ്പോ ഹാനിനെ പൂർണ്ണ വിശ്വാസമാണെന്ന് ഹീറോ പറയും. എന്ത് മാനസികാവസ്ഥയായിരുന്നെങ്കിലും പോയി ചാവാനൊന്നും പറയരുതായിരുന്നു എന്നും പറഞ്ഞ് വിഷമിക്കുന്ന കണ്ട് സിയോക്ക് അവളെ സമാധാനിപ്പിക്കും. ഇതേ സമയം ആ ബ്ലാക്ക് കാറിൽ നിന്നും മരുന്ന് ബോട്ടിലിൽ നിന്നൊക്കെ ഫിംഗർ പ്രിന്റ് എടുത്ത് ഇവർ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഇതേ ആള് സുഹോയുടെ ഒപ്പം സിറിയയിൽ ഉണ്ടായിരുന്നതായും ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും.
അങ്ങനെ ഇപ്പൊ അവനെ കണ്ടുപിടിച്ച് വേഗം അറസ്റ്റ് ചെയ്യാൻ സീനിയർ പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത പാർക്കിനെ മീറ്റ് ചെയ്യാൻ ഹാനിനെ പറഞ്ഞയച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ ബാഗിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് ഇവരും അത് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാൻ ഇപ്പൊ അവന്റെ ഓഫീസിൽ വെയിറ്റ് ചെയ്യായിരിക്കും. പാർക്കാണെങ്കിൽ ആ ബ്ലാക്ക് കാർ പെട്ടിട്ടുള്ള അവന്റെ ഓഫീസിലെ ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവരെ കണ്ടുപിടിച്ചു എന്ന് അവനും മനസ്സിലായി. ഇവരാണെങ്കിൽ അതിനിടെ അത് ഹാക്ക് ചെയ്ത് പാർക്ക് അയാളുടെ ഒപ്പം ഉള്ള ഫുട്ടേജ് എങ്ങാനും കിട്ടുമെന്ന് നോക്കുന്നുണ്ടാവും. കുറെ കഴിഞ്ഞിട്ടും പാർക്കിനെ കാണാത്തോണ്ട് തന്നെ ഹാൻ വിളിക്കുമ്പോൾ അധികം വൈകാതെ അവൻ എത്തുന്നുണ്ട്. വന്നവാടെ അടുത്ത പബ്ലിക് സെയിലിന് വരാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാണ് അവള്. താങ്കളുടെ വാങ്ങിയ സ്റ്റില്ലറിന്റെ പീസ് വന്നിട്ടുണ്ടാവും പറയുമ്പോൾ വരാന്ന് അവനും പറയും. ഓർഫൻ ഫ്രം സിറിയ എന്നുള്ള പെയിന്റിങ്ങിനോട് നിങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്തുകൊണ്ടാണെന്ന് ഹാൻ ചോദിച്ചതും അവന്റെ മുഖം അങ്ങ് മാറാണ്. അത് പറഞ്ഞാൽ എന്റെ മാസ്ക് കഴിക്കുന്ന പോലെ ആവില്ലെന്ന് പാർക്ക് തിരിച്ചു ചോദിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത സിയോക്കിന് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാക്കിയ ആളുടെ കൂടെ പാർക്ക് പോകുന്ന ആ ഫുട്ടേജ് ഹാക്ക് ചെയ്തെടുക്കാണ് ഇവൻ. അതോടെ ഇപ്പൊ തെളിവായി. ഇവിടെ ഹാൻ ആണെങ്കിൽ പേടിച്ചിരിക്കാണ്. നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുമ്പോ സുഹോയുടെ മരണത്തിന് പകരമായി ഞാൻ നിന്നോട് റിവെഞ്ച് എടുക്കാണെന്നാണോ കരുതുന്നതെന്ന് ചോദിച്ച് പേടിപ്പിക്കുന്ന ഒരു തരം ചിരിയും ചിരിച്ച് അടുത്ത് വന്ന് നിൽക്കാണ് അവളുടെ. അത് കണ്ടതും പാർക്ക് അവളെ ഉപദ്രവിക്കാൻ പോവാണെന്ന് തോന്നി സിയോക്ക് അവളെ രക്ഷിക്കാൻ ഓടുന്നതും കാണിച്ചാണ് ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. പാർക്ക് ഹാനിന് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. താങ്ക്